Hello everyone! Welcome to Mehar's Kitchen. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഫ്താർ റെസിപ്പി നോക്കാം. ചിക്കൻ ഡംപ്ലിങ്സ്. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പം മമ്മിനോട് റെസിപ്പി ചോദിച്ചാലോ? റെസിപ്പി ഇഷ്ടമായാൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ചിക്കൻ ഡംപ്ലിങ്സ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1/4 കിലോ ചിക്കനാണിത്. ചിക്കൻ അരച്ചതാണ്, അല്ലെങ്കിൽ മിൻസ് എടുത്താൽ മതി. ഒരു ബോയിൽഡ് എഗ്ഗ്, ഒരു മീഡിയം സൈസ് സവാള റഫ്ലി കട്ട് ചെയ്തെടുക്കണം, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം റഫ്ലി കട്ട് ചെയ്തത്, 5-6 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു ചെറിയ ക്യാരറ്റ് ഇങ്ങനെ റഫ്ലി കട്ട് ചെയ്തെടുക്കാം, പിന്നെ ഒരു മുട്ട, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ഒരു ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറാണ്. വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം ഒരു ചോപ്പർ എടുത്തിട്ട് ഇതിലേക്ക് സവാള, ക്യാപ്സിക്കം, ക്യാരറ്റും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബോയിൽഡ് എഗ്ഗും ചിക്കൻ മിൻസും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ ഒരു പച്ചമുട്ടയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനും മുട്ടയും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, ചോപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോൾട്ടും വൈറ്റ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കോൺഫ്ലവറും മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ ഡംപ്ലിങ്സ് ഉണ്ടാക്കാനുള്ള മിക്സ്ചർ ഇവിടെ റെഡിയാണ്. ഇനി ഡംപ്ലിങ്സ് ഉണ്ടാക്കാൻ കയ്യുമ്മ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇങ്ങനെ കുറച്ച് മിക്സ്ചർ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ഡംപ്ലിങ്സും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഡംപ്ലിങ്സ് എല്ലാം റെഡിയാണ്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഇഫ്താറിൻ്റെ സമയമാകുമ്പോഴേക്കും പൊരിച്ചെടുത്താലും മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. പിന്നെ കുറേ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ദിവസം കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രീസറിൽ എടുത്തിട്ട് വെച്ചാൽ മതി. ഇനി ഒരു പാനിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ഇത് ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഡംപ്ലിങ്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് സൂക്ഷിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടാവാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചൂടാക്കി എടുക്കണം. നല്ല ചൂടിൽ ഇത് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് വേഗം ബ്രൗൺ ആവും. പിന്നെ ഉള്ളിൽ നിന്നൊന്നും നന്നായിട്ട് കുക്കാവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എണ്ണ ചൂടാക്കി എടുക്കാൻ. ഒരു 3 മിനിറ്റിന് ശേഷം ഒരു സൈഡ് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഡംപ്ലിങ്സും സൈഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും കൊണ്ടാണ് ഇത് ബ്രൗൺ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ എല്ലാ ഡംപ്ലിങ്സും ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ മെല്ലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ സൈഡും ഫ്രൈ ആയി കിട്ടും.
അങ്ങനെ വളരെ ടേസ്റ്റിയായ വളരെ സിമ്പിളായ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ചിക്കൻ ഡംപ്ലിങ്സ് റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരു ചേഞ്ചൊക്കെ വേണമെന്ന് തോന്നിയാൽ ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ എന്തായാലും പ്രസ് ചെയ്യണം. Thank you for watching.